welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ കുറേ റിപ്പീറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു കാര്യമല്ല. ആദ്യമായിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് OMR ഷീറ്റ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുന്നത് ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ പ്രോപ്പറായിട്ട് എങ്ങനെ OMR ഷീറ്റ് ഫില്ല് ചെയ്യണം, നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ്, ഓക്കെ, ചിലർ ചെയ്യില്ല എന്ന് വിചാരിച്ചാലും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പം കരയുന്നത് നമുക്ക് കാണാം, ഞാൻ അങ്ങനെ ചെയ്തു പോയെന്ന് പറഞ്ഞിട്ട്. സോ അത്തരം മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണാം. നിങ്ങൾ ആരും എന്താ പറയുന്നത് OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതും OMR അത്ര വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുവാണെങ്കിലും നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്ന ഒരു പേപ്പറാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം ഈ ഒരു പേപ്പർ റീഡ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. സോ അത് വളരെ സെൻസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, കോൺഷ്യസ് ആവേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു OMR ഷീറ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ OMR ഷീറ്റ് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അതല്ല, നിങ്ങൾക്ക് സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ, പഠിച്ചു തന്നെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസമെങ്കിലും ഒരു OMR ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം ഒന്ന് എന്താ പറയുക മാർക്ക് ചെയ്തൊക്കെ പഠിക്കാനായിട്ടും ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇതൊരു സാമ്പിൾ OMR ഷീറ്റാണ്. ക്ലിയർ? സോ എഗെയിൻ ഒരു കാര്യം കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്, നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ 2 പേജസ് ആണ്. അഡ്മിറ്റ് കാർഡ് ഏകദേശം 5 പേജോളം ഒക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ 2 പേജസ് ആണ്, അതായത് നമ്മുടെ ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചറൊക്കെ ഇടുന്ന ഒരു പേജും അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് കാർഡ് ഫോട്ടോ പേസ്റ്റ് ചെയ്യുന്ന ഒരു പേജും, അങ്ങനെ 2 പേജാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ID പ്രൂഫ്, വാലിഡ് ID പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാസ്കോ സാനിറ്റൈസറോ വാട്ടർ ബോട്ടിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പേന നിങ്ങളുടേതല്ല, NTA ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു ചെല്ലണം. ആൻഡ് എക്സാം നമുക്ക് എപ്പോഴാണ് തുടങ്ങുന്നത്? 2 മണിക്കാണ്, ഷാർപ്പ് 2 മണിക്കാണ് നമുക്ക് എക്സാം തുടങ്ങുന്നത്. ഒരു 1:45 നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പെന്ന് കിട്ടും. 2 മണിക്കാണ് കൃത്യമായിട്ട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം ഒരു 1:15 നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാഹചര്യം കൊണ്ട് എന്തെങ്കിലും ഒരു ഡിലേ വരുവാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ടെൻഷനായി പോകും. ഓക്കെ, സോ അതിൻ്റെ ഒരു ആവശ്യം വേണ്ട. നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ 1:30 നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. 1:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും. 2 മണിക്ക് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2-3 സെക്കൻഡ്സ്, ഓക്കെ, ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മറച്ചു നോക്കുക. മറച്ചു നോക്കിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പ്രിന്റഡ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. 100% ആയിരിക്കും. ഓക്കെ, എങ്കിൽ പോലും കൺഫേം ആക്കുക. ജസ്റ്റ് 2-3 സെക്കൻഡ്സ്. കാരണം നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് അല്ലേ. ആ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അതിനിടയിൽ നമ്മൾ ഇവിടെ 1 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, എല്ലാ നമ്പറും ഇല്ല എന്ന് ചെക്ക് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും മോശമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അവസാനം സമയം കിട്ടാതെ വരുന്നത്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മറിച്ച് നോക്കി എല്ലായിടത്തും ക്വസ്റ്റ്യൻസ് ഇല്ലേ, എല്ലാ പേജസിലും പ്രിന്റഡ് അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം അഗെയിൻ ബാക്ക് ടു OMR ഷീറ്റ്. OMR ഷീറ്റിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, മാർക്ക് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ഇതുപോലെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഒരു സർക്കിൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഷെയ്ഡ് കൊടുത്തിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് ഇതുപോലെയുള്ളതൊന്നും വാലിഡ് അല്ല. ഇനി നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ അതും വാലിഡ് അല്ല. ഇനി ചിലരുണ്ട് ഇൻറ്റു ഇടുന്നവർ, അത് എന്തിനാണ് ഇടുന്നത്, ആരാണ് പഠിപ്പിച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ പല സാഹചര്യങ്ങളിലും പല റിപ്പോർട്ട്സും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കുട്ടികളും ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതൊന്നും വാലിഡ് അല്ല. നമുക്കറിയാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, സെൻസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സർക്കിൾ നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നെക്സ്റ്റ് തിങ്, എവ്രി കാൻഡിഡേറ്റ് ഹാസ് എ 10-digit റോൾ നമ്പർ. അപ്പം ഇവിടെ മിസ്റ്റേക്ക് വരുത്തുന്നത് റോൾ നമ്പറിന് പകരം അപ്ലിക്കേഷൻ നമ്പർ ഫില്ല് ചെയ്യുന്ന കുട്ടികളാണ്.
റോൾ നമ്പർ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് റോൾ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ റോൾ നമ്പർ നിങ്ങൾ ആദ്യം ഇവിടെ എഴുതുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിൽ നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നു, കൃത്യമായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? സോ ആദ്യം നിങ്ങൾ ചെയ്യുമ്പം കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം ഇത് ഫസ്റ്റ് നമ്പർ വരുന്നത് 9 ആണ്. 9 നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് 8 ആണ്. 8 നമ്മൾ കൊടുത്തു. 7 ആണ്. ഇനി ഇതൊക്കെ കൊടുത്ത് എഴുതുക. ഇവിടെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈൻ ഒന്ന് മാറിയിട്ട് ഇവിടെ നമ്മൾ 2 കൊടുക്കും. സോ അത്ര മിസ്റ്റേക്സ് വരുത്തരുത്. കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? യെസ്, ഓരോ ലൈനും ഓക്കെ, ഓരോ ലൈനിലും നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. എല്ലാം കറസ്പോണ്ടിങ് ആ ലൈനിൽ തന്നെയല്ലേ വരുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വേണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, നമ്മുടെ റോൾ നമ്പർ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ ആണെങ്കിലും ഓക്കെ, യെസ്, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിലും ഈ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇരിക്കരുത്. തുടക്കത്തിൽ തന്നെ ഫില്ല് ചെയ്യുക. കാരണം ലാസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റഷിലായിരിക്കും, നമ്മളൊരു ടെൻഷനിലായിരിക്കും. അയ്യോ ഇത് ഞാൻ മാർക്ക് ചെയ്തില്ലല്ലോ, ഇതെനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാനുണ്ടല്ലോ. സോ അതിനിടയിൽ നമ്മൾ ആ ഒരു വെപ്രാളത്തിനിടയ്ക്ക് ചെയ്യുമ്പം മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക പ്രോപ്പറായിട്ട്. ഓക്കെ, 3 ആണെങ്കിൽ ഈ ലൈനിലാണ്, 5 ഇവിടെയാണ്, 0 ഇവിടെയാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെറ്റ്സ് സേ സപ്പോസ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തു പോയിട്ട് അത് പിന്നെ സ്ക്രാച്ച് ചെയ്ത് മാറ്റാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കത് എന്താ പറയുന്നത്, അത് ആ ഒരു പോയിന്റ് പോയി. ഓക്കെ, അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അത് ശ്രദ്ധിക്കുക. അങ്ങനത്തെ സ്ക്രാച്ചിങ്ങും കാര്യങ്ങളും വരുത്താതിരിക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. കൃത്യമായിട്ട് വേണം നോക്കാനായിട്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് തിങ്, ഓക്കെ, നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ നെയിം, അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം ഒക്കെ റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് റണ്ണിങ് ലെറ്ററിൽ എഴുതിയില്ല, നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ എഴുതിയെന്ന് പറഞ്ഞാലും വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. എങ്കിൽ പോലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ റിസൾട്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ ചെക്കിങ്ങിനോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഭംഗി പിടിപ്പിച്ച് എല്ലാ പേരും എഴുതാനൊന്നും നിൽക്കണ്ട. ഓക്കെ, വൃത്തിയായിട്ട് എഴുതി വെക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് തിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കിംഗ് പ്രോപ്പർ ആക്കുക. ഏറ്റവും പ്രോപ്പർ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾ മാർക്ക് ചെയ്യുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്തു പോയി. പിന്നീട് നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായോ, അയ്യോ ഇതിൻ്റെ ഉത്തരം ഇതല്ലല്ലോ, അതൊന്നും കൂടെ എനിക്ക് ട്രൈ ചെയ്താൽ കിട്ടുമല്ലോ എന്നാലോചിച്ചിട്ട് പിന്നെയും ഈ ക്വസ്റ്റ്യൻ വന്ന് സോൾവ് ചെയ്യാൻ നോക്കരുത്. കാരണം എന്താണ്, ഓൾറെഡി നിങ്ങളത് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് അതിന് ശരി ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മളവിടെ മാർക്ക് ചെയ്തു പോയി. ഓക്കെ, ഇനി റൈറ്റ് ആൻസർ B ആണ് എങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുവാണ്, കാര്യമില്ല. ഓക്കെ, 2 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, ഇൻവാലിഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയാതെയാണെങ്കിലും മാർക്ക് ചെയ്തു പോയി. പിന്നീട് നിങ്ങൾ ചിന്തിച്ചപ്പം അത് കറക്റ്റാണ്, അത് തെറ്റാണ്, എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് മാറ്റിവെച്ച് ചെയ്യാനായിട്ട് നോക്കണ്ട. ഇത് ഓൾറെഡി കയ്യിൽ നിന്ന് പോയി. ഓക്കെ, എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട. ഇനിയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഈ ഒരു ചോദ്യം മാത്രമല്ല നിങ്ങളുടെ ലൈഫ് നിർണ്ണയിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ടെൻഷൻ ആവേ വേണ്ട, പോയത് പോട്ടെ. വേറെ അടിപൊളി സാധനങ്ങൾ, അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് മസ്റ്റ് സൈൻ വിത്ത് ടൈം ഇൻ ദി ഡിക്ലറേഷൻ കോളം പ്രൊവൈഡഡ്. ഡിക്ലറേഷൻ കോളത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ സിഗ്നേച്ചർ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ OMR ഷീറ്റ് 2 കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ഒറിജിനൽ കോപ്പി ഉണ്ടായിരിക്കും, അതുപോലെ ഓഫീസ് കോപ്പി ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളത് സെപ്പറേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. എക്സാം സെൻറ്ററിലുള്ള നിങ്ങളുടെ ഇൻവിജിലേറ്റർ അത് ചെയ്തുകൊള്ളും. സോ അതൊന്നും നിങ്ങളൊന്നും ചെയ്യരുത്, ആരും സെപ്പറേറ്റ് ചെയ്യാനൊന്നും നോക്കരുത്. അത് ഇൻവിജിലേറ്റർ ആണ്, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിലുള്ളവരാണ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവരത് പറഞ്ഞു വിടും. സോ അതൊന്നും നിങ്ങളുടെ ഒരു ജോലിയേ അല്ല, അതൊന്നും നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട. കൃത്യമായിട്ട് അവർ ചെയ്തോളും. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് അവർ തിരിച്ചു മേടിക്കും. ഓക്കെ, നമ്മൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കോപ്പീസ് വേറെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എക്സാം ഹാളിലോട്ട് കയറ്റരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു കോപ്പി മാത്രമാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അഡീഷണൽ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കണം. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അവിടെ കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. OMR ഫില്ല് ചെയ്യണം,
പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പേര് റണ്ണിങ് ലെറ്ററിലൊക്കെ എഴുതുന്നത് അത്രയും ഭംഗി പിടിപ്പിച്ച് അങ്ങനെ റണ്ണിങ് ലെറ്റർ എനിക്ക് എഴുതാൻ അറിയില്ല എന്നുള്ള വിഷമത്തിലൊന്നും ഇരിക്കേണ്ട. ജസ്റ്റ് എഴുതി പോവുക. അത് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, മാൽ പ്രാക്ടീസസ് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. ഓക്കെ, യെസ്. അപ്പം ഓക്കെ, പിന്നീട് നമ്മൾ പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ 35 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചോയ്സസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ റെസ്റ്റ് സെക്ഷൻ ബിയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ അവിടെയും എഗെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അഡീഷണലി കൂടുതൽ പ്രോബ്ലംസ് ചെയ്തതുകൊണ്ട് 15 എണ്ണം നിങ്ങൾ മാർക്ക് ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റത്തെ 10 ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതായത് സെക്ഷൻ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോയ്സസ് ഇല്ല. 35 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പിയർ ചെയ്യണം. സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ നിങ്ങൾ 15 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 10 എണ്ണമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുള്ള 10 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. ബാക്കി 5 ക്വസ്റ്റ്യൻസ് അറിയത്തില്ല എങ്കിൽ മാർക്ക് ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ 13ാമത്തെ ആൻസറും 14ാമത്തെയും 15ാമത്തെയും ശരിയായിരിക്കും. പക്ഷെ അതേസമയം 7ാമത്തെയും 8ാമത്തെയും തെറ്റാണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. കാരണം ആദ്യത്തെ 10 എണ്ണം മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കാം. ഓക്കെ, യെസ്. ഇനി ഇത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെ അവസാനത്തെ 15 മിനിറ്റിലോട്ട് എൻ്റെ മക്കൾ എടുത്ത് വയ്ക്കരുത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ ചെയ്യുക. പക്ഷേ അത്രയും ശ്രദ്ധയോടുകൂടെ വേണം ചെയ്യാനായിട്ട്. തെറ്റിക്കരുത്. ഓക്കെ, ഡു നോട്ട് ഫിൽ യുവർ ഓപ്ഷൻസ് ആഫ്റ്റർ എവറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുന്നത്, ഓരോ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ തന്നെയല്ല ഓപ്ഷനും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എന്ന് കൺഫേം ആക്കണം. കാരണം പല കുട്ടികൾക്കും പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അതായത് അവരിങ്ങനെ മാർക്ക് ചെയ്തൊക്കെ പോയി. പക്ഷെ അവസാനം എത്തിയപ്പം എന്താ പറയുന്നത്, മൊത്തം ഓർഡർ മൊത്തത്തിൽ മാറിപ്പോയി. ഒന്നും ചെയ്യാനില്ല. ആ ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഒരു നിയമസാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഓക്കെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ 15 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയത്തില്ല. നെക്സ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നത് 21 ആണ്. സോ നേരെ പോവാ 21-ന് നേരെ അല്ലേ ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, യെസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കോൺസെൻട്രേഷൻ, ഒരുപാട് ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതൊന്നും തമാശയായിട്ട് ആരും കാണരുത്. കാരണം ഇത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് കരുതി ഓവറായിട്ട് ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം എന്താ പറയുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുന്നില്ല. ഓക്കെ, നമ്മൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എത്ര കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ തന്നെയാണ് NTA OMR ഷീറ്റ് അടക്കം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. സോ പേടി ഇനി കുറയാൻ വേണ്ടിയിട്ട് വേഗം ടെലഗ്രാം ചാനലിൽ പോവുക. അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേഗം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ. കാരണം നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും OMR ഷീറ്റ് എനിക്ക് ഫില്ല് ചെയ്യാൻ പേടിയാവുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികൾ. സോ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. സോ യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സൊല്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.